മനുഷ്യരുടെ അസ്ഥികൂടവും എല്ലുകളും ഉപയോഗിച്ചുള്ള ഒരു പള്ളി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പോളണ്ടിലെ കാപ്ലിസസക് ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 3000-ഓളം പേരുടെ എല്ലുകളും അസ്ഥികളും ഉപയോഗിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പോളണ്ടിലെ കാപ്ലിക്ക സസൈക്കിന് പുറത്തുനിന്നാൽ ഏതൊരു ആരാധനാലയത്തെയും പോലെ തോന്നും. എന്നാൽ പള്ളിക്കകത്തേക്ക് കടന്നാൽ അതായിരിക്കില്ല സ്ഥിതി. മനുഷ്യന്റെ ആയിരക്കണക്കിന് എല്ലുകളും തലയോട്ടിയും കൊണ്ട് നിർമ്മിച്ച അൾത്താര ആദ്യം കാണുന്നവർ ഒന്ന് ഞെട്ടും എന്നുറപ്പാണ്. യുദ്ധത്തിലും രോഗത്തിലും പെട്ട് മരിച്ചുപോയവരുടെ എല്ലുകളാണ് പള്ളി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പോളണ്ടിലെ സെർന എന്ന പ്രദേശത്താണ് അസാധാരണമായ ഈ ആരാധനാലയം. പള്ളിയുടെ ചുമരുകളും മുകൾ ഭാഗവുമെല്ലാം തലയോട്ടികളും എല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മനുഷ്യജീവന്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കാനാണത്രേ ഈ വിചിത്ര നിർമ്മാണം. ഏകദേശം 3000-ഓളം മനുഷ്യരുടെ തുടയെല്ലുകൾ കൊണ്ടാണ് പ്രധാന അൾത്താര നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയിലെ ഭൂഗർഭ അറ നിർമ്മിച്ചിരിക്കുന്നതും മനുഷ്യാസ്ഥികൾ കൊണ്ടാണ്. വക്ലാവ് ടോമസക് എന്ന പുരോഹിതന്റെ ബുദ്ധിയാണ് ഇതിനു പിന്നിൽ. മരിച്ചവർക്കായുള്ള സ്മാരകം എന്ന നിലയ്ക്കാണ് ഈ പള്ളി നിർമ്മിച്ചത്. മധ്യ യൂറോപ്പിനെ ആകെ ബാധിച്ച 30 വർഷം നീണ്ട യുദ്ധങ്ങൾ നടന്ന കാലമായിരുന്നു 1618 മുതൽ 1648 വരെ. ഈ കാലഘട്ടങ്ങളിൽ മരിച്ചവരാണ് ദേവാലയത്തിന്റെ ചുവരുകളായും മേൽക്കൂരകളായും ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടമായാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. 30 വർഷത്തെ യുദ്ധത്തിന് ശേഷം യൂറോപ്പ് ശാന്തമായില്ല. 18-ാം നൂറ്റാണ്ടിലെ സെലേഷ്യൻ യുദ്ധവും വിനാശകാരിയായി. 1776-നും 1804-നും ഇടയ്ക്കുള്ള കാലത്താണ് ടോംസക് ഈ പള്ളി നിർമ്മിച്ചത്. 1804-ൽ ടോംസക് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ഥിയും പള്ളിയിൽ ഉപയോഗിച്ചു.